മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി. വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുനായയെ പുലി കൊന്നു. ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്ന് പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. സുബിൻ തോമസ് വിവരങ്ങൾ നൽകും. സുബിൻ, വീട്ടുമുറ്റത്ത് വരികയും വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുനായയെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. പുലിയുടെ പ്രശ്നം ഇവിടെ ഈ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണോ? എന്താണ് പറയുന്നത് അവർ? കൂടുതലായും കാട്ടാനകളാണ് ഈ മേഖലയിലേക്ക് എത്തുന്നതെങ്കിൽ ഇപ്പോൾ പുലി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൂടി എത്തുന്ന ഒരു സാഹചര്യമാണ് ഈ മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിലുള്ളത്. സെൻട്രൽ ഡിവിഷനിലെ ഓട്ടോ ഡ്രൈവറായ രവി എന്നയാളുടെ വളർത്തുനായിയാണ് ഇന്ന് പുലർച്ചെയോടെ പുലി ആക്രമിച്ചത്, പുലി കൊണ്ടുപോയത്. ഇതിനുശേഷം ആളുകൾ, വീട്ടിലുള്ള ആളുകൾ ഇത് അറിയുകയും ഇവർ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. പ്രധാനമായും ഇവിടുന്ന് ഏകദേശം കുറച്ചു ദൂരം മാറിയാൽ വനപ്രദേശമാണ്. പുലി തിരികെ പോയിട്ടുണ്ടാകാമെന്നുള്ളൊരു നിഗമനത്തിലാണ് വനംവകുപ്പുള്ളത്. മേഖലയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ജോലിക്ക് പോകുന്ന പ്രദേശമാണ്, തേയിലത്തോട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ പുലി ഉണ്ടാവാനുള്ള സാധ്യതയും വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. കൃത്യമായി പരിശോധന അവർ അവിടെ നടത്തുന്നുണ്ടെങ്കിൽ പോലും തൊഴിലാളികളോട് കൃത്യമായ ജാഗ്രത പുലർത്തണം, ജോലിക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പുലിയെ കൂട് വെച്ച് പിടികൂടി കൊണ്ടുപോകണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷം ആവശ്യമെങ്കിൽ കൂടുവയ്ക്കും എന്നുള്ള ഒരു വിശദീകരണമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. DFO ഉൾപ്പെടെയുള്ളവർ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതായുണ്ട്. അത് കൃത്യമായ നിരീക്ഷണത്തിന് ശേഷം ഈ പുലി തിരികെ മടങ്ങി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധനത്തിന് ശേഷമാകും അത്തരം ഒരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് നൽകിയെന്ന ഒരു വിശദീകരണം. എന്തായാലും മേഖലയിൽ ഒരു ആശങ്കാജനകമായ ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത.